ഹലോ ഗൈസ്, ഗുണ്ടൽപേട്ടിൽ നിന്നും ബന്ദിപ്പൂർ പോകുന്ന വഴിയാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് അഥവാ ഗോപാലസ്വാമി കുന്നുകൾ. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. കേരളത്തിൽ നിന്നും ബന്ദിപ്പൂർ പോകുമ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ, ഹങ്കള എന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ മലയുടെ അടിവാരത്ത് നമുക്ക് എത്താം. കർണാടക ഫോറസ്റ്റിന്റെ കീഴിലുള്ള കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം ബസ്സിലാണ് ഇനി നമ്മുടെ യാത്ര. ടിക്കറ്റിന് ഏകദേശം 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് ആക്കുന്നത്. ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ. നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നു. ഹങ്കളയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയിൽ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങളുണ്ട്. സീസൺ അനുസരിച്ച് സൂര്യകാന്തി, ചെണ്ടുമല്ലി എന്നീ പുഷ്പങ്ങളും ധാരാളം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയപ്പോൾ വണ്ടിയുടെ ഇടതുഭാഗം ചേർന്നിരുന്നതിനാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. കൂടുതലും കുന്നും മലയും മാത്രമാണ് കണ്ടത്. സ്ഥലത്തെത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരെ വിപരീതമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ കണ്ടത്. തണുപ്പും കോടമഞ്ഞും പ്രതീക്ഷിച്ചെന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല കൊടും ചൂടായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ വീശിയ നല്ല തണുത്ത കാറ്റ് ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ചെരുപ്പ് അഴിച്ചു വെക്കണം. നടകൾ കയറി വേണം അമ്പലമുറ്റത്തെത്താൻ. കണ്ണ് കാണാത്തവർ ഭിക്ഷാടനത്തിനായി ഇരിക്കുന്നു. മറ്റൊരാൾ ഇവരുടെ അടുത്തിരുന്ന് ശംഖ് ഊതുന്നുണ്ട്. വലിയ കല്ലുപയോഗിച്ചാണ് അമ്പലം പണിതിരിക്കുന്നത്. മെറൂണും വെള്ളയും പെയിന്റ് അടിച്ചിരിക്കുന്നു. ചില കല്ലുകൾക്ക് പെയിന്റ് അടിച്ചിട്ടില്ല. അമ്പലത്തിന് മുകളിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ദേവീ ദേവന്മാരുടെ ശില്പങ്ങൾ. ചുറ്റും വനഭൂമിയാണ്. ഉച്ചസമയമായിട്ടും തണുത്ത കാറ്റ് വീശുന്നു. ഹിമവത് ഗോപാലസ്വാമി ബെട്ട എന്നാണ് മുഴുവൻ പേര്. ബെട്ട എന്നത് നമ്മൾ മലയാളികൾ പറഞ്ഞ് പേട്ടയാക്കി. അഗസ്ത്യമുനി മലമുകളിൽ തപസ് അനുഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. തപസ്സിന്റെ ഫലമായി വിഷ്ണു പ്രത്യക്ഷപ്പെട്ടുവെന്നും മലമുകളിൽ വസിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നാണ് വിശ്വാസം. ക്ഷേത്ര നവീകരണ സമയത്ത് ആന കടന്നുപോയ വഴികൾ ഇപ്പോഴും കോൺക്രീറ്റിൽ പതിഞ്ഞു കിടപ്പുണ്ട്. വന്യജീവികളെയൊന്നും കാണാനാവാതെ തിരിച്ച് ബസ്സിൽ കയറി മടങ്ങിയ ഞങ്ങൾ പെട്ടെന്നാണ് ഒരു ആന വന്നത് കണ്ടത്. ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി നിർത്തിയ ശേഷം പെട്ടെന്ന് തന്നെ വീണ്ടും ക്ഷേത്ര പരിസരത്തേക്ക് ഓടി. ആദ്യമായിട്ടാണ് ഒരു കാട്ടാനയെ ഇത്രയും അടുത്ത് കാണുന്നത്. കൂട്ടം തെറ്റി കലിതുള്ളി നടക്കുന്ന ഒരു ഒറ്റയാനാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡുമായി സംസാരിച്ചപ്പോൾ എല്ലാ ദിവസവും പതിവായി അമ്പലനടയിലെത്തുന്ന, അവിടെ വന്ന് അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു കൊമ്പനാണെന്ന് മനസ്സിലായത്. ഇവിടെ വന്ന യാത്ര പൂർണ്ണമായെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചത് ഈ കാട്ടാനയെ കണ്ടത് കൂടിയാണ്. തിരിച്ചു പോകാൻ ബസ്സിൽ കയറി കുത്തനെയുള്ള ഇറക്കമിറങ്ങി തുടങ്ങുമ്പോഴേ താഴെ ദൂരെ വിശാലമായ കൃഷിയിടങ്ങളും വനവും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും മറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.